ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി ബി.ജെ.പി. ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. ഇതിനു പുറമെ സംസ്ഥാനത്തെ 30 സംഘടനാ കേന്ദ്രങ്ങളിൽ ഈ മാസം 21-ന് പ്രതിഷേധ പരിപാടി നടത്താനും തീരുമാനം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ബി.ജെ.പി. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 17-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും. കൂടാതെ സംസ്ഥാനത്തെ 30 കേന്ദ്രങ്ങളിൽ ഒക്ടോബർ 21-ന് പ്രതിഷേധ പരിപാടി നടത്തുമെന്നും എൻ.ഡി.എ ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. ഇത്രയും കിലോഗ്രാം സ്വർണത്തെ ചെമ്പാക്കി മാറ്റാൻ ഒരു പോറ്റിക്ക് സാധ്യമല്ല. അത് ദേവസ്വം ബോർഡിനും ഭരണകൂടത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് പോറ്റി വളർത്തിയവർ അവരാണ് നിയമത്തിന് മുന്നിൽ വരേണ്ടത്. ഇതിനെതിരായിട്ട് വരുന്ന ഒക്ടോബർ 17-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻ.ഡി.എ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ഹൈക്കോടതി കൈയോടെ പൊക്കിയിരിക്കുകയാണ്. കവർച്ചയിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന് പി.കെ. കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. ശബരിമലയിൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടത് പിടികൂടിയത് ഏതെങ്കിലും കുറ്റാന്വേഷണ ഏജൻസിയല്ല. സാധാരണ പോലീസാണ് കേസ് അന്വേഷണം, പ്രതികളെ പിടികൂടുക, കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക, കീഴ്ക്കോടതി മുന്നിൽ കേസെത്തിയാൽ വിധിയുണ്ടാകും, അപ്പീൽ ഹൈക്കോടതിയിലേക്ക് പോകും. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഹൈക്കോടതി തന്നെയാണ് ഈ മോഷണം കയ്യോടെ പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഈ സ്വർണ്ണമോഷണം കയ്യോടെ ഹൈക്കോടതി പിടികൂടിയിരിക്കുന്നു. അതിൽ ദേവസ്വം ബോർഡിൻ്റെ പങ്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മോഷണത്തിന് കൂട്ടുന്നത് ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന വ്യഗ്രത ഈ മോഷണത്തിൽ പിണറായി സർക്കാരിനും പങ്കുണ്ട്, ക്ലിഫ് ഹൗസിനും പങ്കുണ്ട് എന്നുള്ളതല്ലേ? അരപ്പതിറ്റാണ്ടായി കേരളത്തിലെ ഇടതു വലത് ജനവിരുദ്ധ ഭരണത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുകയാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വികസിത കേരളം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുകയാണ് എൻ.ഡി.എയുടെ ലക്ഷ്യമെന്ന് എൻ.ഡി.എ വൈസ് ചെയർമാൻ എൻ. രാധാകൃഷ്ണൻ പറഞ്ഞു. വികസിത കേരളം എന്ന ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിൽ എൽ.ഡി.എഫ് യു.ഡി.എഫ് രാഷ്ട്രീയത്തിന് ബദലായി എൻ.ഡി.എ ശക്തിപ്പെടുത്തുന്നതിനും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും എൻ.ഡി.എ ഏറ്റവും താഴെ ഘടകങ്ങളിൽ ശക്തിപ്പെടുത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിലെ ഭരണവർഗ മുന്നണികൾക്കൊരു ബദൽ രാഷ്ട്രീയം, ഒരു ബദൽ മുന്നണി സംവിധാനം എന്ന നിലയ്ക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജില്ലയിലും മണ്ഡലങ്ങളിലും പഞ്ചായത്ത് ഘടകങ്ങളിലുമായി എൻ.ഡി.എ ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനവും രാഷ്ട്രീയ പ്രമേയങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്തത്. തദ്ദേശ സ്വയംഭരണ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തലസ്ഥാനത്ത് ചേർന്ന നേതൃയോഗത്തിൽ എൻ.ഡി.എയിലേക്ക് ചേർന്ന മണിപ്പൂരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ നേതാക്കളെ എൻ.ഡി.എ ചെയർമാനും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. എൻ.പി.പി സംസ്ഥാന അധ്യക്ഷൻ കെ.ടി. തോമസ്, വൈസ് പ്രസിഡന്റ് ജേക്കബ് തോമസ്, ജനറൽ സെക്രട്ടറി ബിജു ഗോവിന്ദ് എന്നിവരാണ് എൻ.ഡി.എ യോഗത്തിൽ പങ്കെടുത്തത്. എൻ.ഡി.എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി, മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ, ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ശിവസേന സംസ്ഥാന പ്രസിഡന്റ് പേരൂർക്കട ഹരികുമാർ തുടങ്ങിയവരും മറ്റു നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളുടെ വിലയിരുത്തൽ, ശബരിമല സ്വർണ്ണ കവർച്ച വിവാദത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ തുടങ്ങിയവ നേതൃയോഗത്തിൽ ചർച്ച ചെയ്തു. ജനം, തിരുവനന്തപുരം.